അടുത്ത വീട്ടിൽ ഇത്താൻ നൈറ്റി തുണി കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ മുതൽ ഉമ്മിച്ച് പറയുന്നതാണ് കേട്ടോ. നമുക്ക് എന്തായാലും പോയി നോക്കാം. ആദ്യം പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിവാവില്ലല്ലോ, അല്ലെങ്കിൽ എല്ലാവരും എടുത്ത് കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും പിന്നെ കുറച്ചേ ഉണ്ടാവുള്ളൂ, അപ്പോൾ പിന്നെ പാടായിരിക്കും. ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഷോപ്പിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നെ കൂട്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഷാളുള്ള ടൈപ്പും ഷാളില്ലാത്ത ടൈപ്പും ഉണ്ട് കേട്ടോ. അങ്ങനെ മറ്റുമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്തു വെച്ചു. അത് പക്ഷേ ഒരു കരിനീല കളറാണ്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. അതുകൊണ്ട് ഉമ്മച്ചിക്ക് ഉള്ള കളറായതുകൊണ്ട് തന്നെ അത് ഇഷ്ടാവുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും കൊണ്ടുപോയി കാണിച്ച് നോക്കാമെന്ന് ഓർത്തു. പിന്നെ ഈ ഒരു നൈറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് പക്ഷേ ഷാളില്ലാത്ത ടൈപ്പാണ്. പിന്നെ ഉമ്മച്ചി ആദ്യം മുതൽ ഇതാണ് എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആദ്യം നമ്മളത് മൂന്നും എടുത്തുകൊണ്ട് പോകാമെന്ന് ഓർത്തു. പിന്നെ മറ്റേ ഷാളില്ലാത്തത് ക്യാൻസലാക്കി. എന്നിട്ട് ഷാളുള്ള രണ്ടെണ്ണം മാറ്റി വെച്ചു കേട്ടോ. അതിലൊരെണ്ണം മറ്റുമ്മച്ചിക്ക് എടുക്കുക, ഒരെണ്ണം ഉമ്മച്ചിക്ക് എടുക്കുക എന്നുള്ള രീതിയിൽ. അങ്ങനെ അത് എടുത്തുകൊണ്ട് പോയി മറ്റുമ്മച്ചിക്ക് കൊടുത്തപ്പോൾ തന്നെ മറ്റുമ്മച്ചി പറഞ്ഞു, അയ്യോ ഇതെനിക്ക് ഉള്ള കളറാണല്ലോ എന്ന്. അപ്പോൾ പിന്നെ എങ്ങനെ അത് മാറ്റിയെടുക്കാമെന്ന് ഓർത്തു കേട്ടോ. ഉമ്മച്ചി എന്തായാലും ആ ഒരു റോസ് കളർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പം അമ്മായിയുടെ വീട്ടിൽ നോമ്പ് തുറയാണ് കേട്ടോ, ഇടമറകിലെ. സാധാരണ ഒരു 20 നോമ്പൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ നോമ്പ് ഉറപ്പിൽ വെക്കാറുള്ളൂ. പക്ഷേ ഇന്നിപ്പം ഈ പ്രാവശ്യം നേരത്തെ വെച്ചു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നതാണ്. അത്തച്ചി ഓട്ടോ വിളിച്ച് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഓട്ടോയിൽ കയറിയിട്ട് ഞങ്ങൾക്ക് അങ്ങ് പോകാമല്ലോ. പിന്നെ നിധിക്കുട്ടിക്കും അഫിക്കൊക്കെ ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാർജറും അതും ഇതും എല്ലാം എടുത്തു. അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് പോവുകയാണ്. പിന്നെ പോണ വഴി നിർത്തി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അഫിയുടെ സ്കൂൾ പിന്നെ പതിവ് പോലെ 3 മണിയൊക്കെ ആകുമ്പോഴേക്കും വിടും. പിന്നെ 3:30 കഴിയുമ്പോഴേക്കും ഈ ഇടമറുക് ഭാഗത്ത് അവരുടെ ബസ് വരുമെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ റമദാനിൽ നമ്മൾ അഫിനെ ഇവിടെ നിന്നാണ് കേട്ടോ വിളിച്ചത്. പക്ഷേ കറക്റ്റ് സമയമൊന്നും ഓർക്കുന്നില്ല. എന്തായാലും അവരോട് വിളിച്ച് ചോദിച്ചിട്ട് പോയി നിൽക്കാമെന്ന് ഓർത്തു. അങ്ങനെ നമ്മളിത് ഇവിടെ വന്നു കേട്ടോ. ഇവിടെ വന്നപ്പോഴേക്കും അമ്മായിയും മാമായൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പിന്നെ അമ്മായി അപ്പം കറിയൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കറിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ നിധിക്കുട്ടിക്ക് ഒരു കൂട്ടുകാരിനെയൊക്കെ കിട്ടി. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് കളിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മാമായാണെങ്കിൽ പത്തിരിയും അതുപോലെ തന്നെ ഇടിയപ്പമാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നില്ല, പുറത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. പിന്നെ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അഫി വന്നോന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഉമ്മച്ചിയാണ് പോയി വിളിച്ചുകൊണ്ട് വന്നത്. വന്ന ഉടനെ തന്നെ അവൻ മാമാടെ കൂടെ പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പോയി കേട്ടോ. പിന്നെ എന്താണ് നോമ്പുറക്ക സമയമായപ്പോഴേക്കും നമ്മൾ മുംബൈസ് നിന്ന് ടേബിളൊക്കെ എടുത്ത് അകത്തിട്ടു. അതുപോലെ സമോസയും പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് നോമ്പ് കുറിച്ചു. അതുപോലെ നോമ്പ് തുറന്നു. അതുപോലെ തന്നെ നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ആദ്യം കുട്ടികളെ ഇരുത്തി കേട്ടോ, അതിനുശേഷമാണ് നമ്മളിരുന്നത്. അങ്ങനെ നല്ല ഭംഗിയായിട്ട് എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പം കുറേ നാൾ കൂടിയാണ് ഇവരെല്ലാവരും മീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് എന്തായാലും വീട്ടിൽ പോകണമല്ലോ, നാളെ അഫീ ക്ലാസ് ഉള്ളതാണ്. അതുകൊണ്ടിട്ട് തന്നെ ഓട്ടോ വിളിച്ചു നമ്മൾ അവിടെ നിന്ന് അപ്പോൾ തന്നെ തിരിച്ചിങ്ങടേക്ക് വന്നു. പിന്നെ അമ്മായി ആണെങ്കിൽ ഈ ഇടത്താഴത്തിന് എഴുന്നേൽക്കുമ്പം കഴിക്കാനുള്ള ഫുഡ്, അതായത് പത്തിരിയും ഇടിയപ്പവും പിന്നെ കറിയൊക്കെ പാക്ക് ചെയ്ത് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ ഇടത്താഴത്തിന് ഫുഡ് പ്രിപ്പയർ ചെയ്യണമല്ലോ. ഇത് കണ്ടോ, എല്ലാം പാക്ക് ചെയ്ത് പൊതിഞ്ഞ് കെട്ടി തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ.